പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെയായിട്ട് കാണുന്ന ഈ ചെറിയ മുഴകളെയാണ് ലൈപ്പോമ എന്ന് പറയുന്നത്. ഈ മുഴകൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ പാനിക്കാവുകയും ക്യാൻസർ ആണോ എന്നുള്ള ഒരു ഭയത്തിൽ വേഗം തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഡോക്ടറെ അടുത്ത് നിന്ന് കിട്ടുന്ന മറുപടി ഇങ്ങനെ ആയിരിക്കും: ഇതങ്ങനെ പ്രത്യേകിച്ച് കാര്യമാക്കാനായിട്ടൊന്നുമില്ല, കൊഴുപ്പടിഞ്ഞു കൂടിയതെന്നായിരിക്കും. ലൈപ്പോമയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അതിനൊപ്പം തന്നെ ലൈപ്പോമ നമുക്ക് അങ്ങനെ തുടർന്നാൽ ക്യാൻസറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങളും കൂടിയൊക്കെ ഒന്ന് നോക്കാം. നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ കൊഴുപ്പിൻ്റെ ഒരു ലെയറുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ലെയറാണ് ഈ ഫാറ്റ് ലെയർ. അപ്പോൾ അവിടെയായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് ഈ പറഞ്ഞ ലൈപ്പോമ. കൊഴുപ്പിൻ്റെ ചെറിയ മുഴകളാണ് ലൈപ്പോമാസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈപ്പോമ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ആ ഡോക്ടറിന് അത് പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് ലൈപ്പോമയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടീഷനാണോ എന്നുള്ളത്. എന്നിട്ട് നമ്മളിങ്ങനെ പാൽപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് തെന്നി നീങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോഴറിയാം ഈ മുഴകൾ തൊടുമ്പോൾ തെന്നി നീങ്ങുന്നുണ്ടെങ്കിൽ അത് ലൈപ്പോമ ആകാനാണ് കൂടുതൽ ചാൻസ്. പൊതുവേ ഇത് വേദന പോലുള്ള മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാക്കാറില്ല. ആ ഒരു സ്ഥലത്ത് ചെറിയ ഒരു മുഴ കാണും, അത്ര മാത്രമേ കാണാറുള്ളൂ. സാധാരണഗതിയിൽ ഇത് വരുന്നത് നമ്മുടെ കഴുത്ത്, ബാക്ക്, ഷോൾഡർ, കയ്യിലൊക്കെയാണ് അധികമായിട്ട് ഇത് കണ്ടിട്ടുള്ളത്. പിന്നീട് ഇത് വരുന്നൊരു ഏജ് ഗ്രൂപ്പ് മിഡിൽ ഏജ് കഴിഞ്ഞവർക്കാണ്. 40-60 ഇടയ്ക്ക് പ്രായക്കാരിലാണ് ഇത് കണ്ടുവരുന്നത്. കുട്ടികൾക്ക് വളരെ റെയറായിട്ട് മാത്രമേ കുട്ടികളിൽ ഇത് കാണാറുള്ളൂ. ഏത് ഏജുകാർക്ക് വേണമെങ്കിലും വരാം. എന്നാലും ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് 40+ലായിട്ടാണ് ഈ ലൈപ്പോമ കണ്ടിട്ടുള്ളത്. ഇതൊരു സ്ലോലി ഗ്രോയിങ് ആയിട്ടുള്ള സോഫ്റ്റായിട്ട് കാണുന്ന മുഴകളാണ്. പൊതുവേ ഇത് വലിയ അപകടവശങ്ങളൊന്നും തന്നെയുള്ള മുഴകളല്ല. നമുക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ഇത് അപകടം വരെ ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചില ഞരമ്പുകൾ, നെർവിലോ അല്ലെ രക്തക്കുഴലിൻ്റെയൊക്കെ മുകളിൽ ഇത് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ കംപ്രസ് ചെയ്തിട്ട് പെയിനും അത് തുടർന്നുള്ള കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ റെയറാണ്. സാധാരണഗതിയിൽ ഇതങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ നമുക്ക് ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ കോസ്മെറ്റിക് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ അത് ഉള്ളതൊരു അഭംഗിയായിട്ട് തോന്നിയിട്ട് അത് നീക്കം ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകാറുണ്ട്. ഇത് സർജിക്കലി റിമൂവ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണത്. ഇപ്പോൾ ഒരു തവണ ഇത് വന്നിട്ടുള്ളവർക്ക് പിന്നെയും ഇത് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അത് ഉള്ള ആൾക്കാർക്ക് ഒരെണ്ണം മാത്രമായിരിക്കില്ല, ശരീരത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലെ ഒന്നിൽ കൂടുതൽ എണ്ണം കാണാനും ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുക, കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നീട് വലിയ മുഴകൾ, സൈസ് കൂടിയ മുഴകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ബാധിക്കുന്ന ഏതെങ്കിലും ഭാഗത്ത്, ഇപ്പോൾ കൈവെള്ളയിലൊക്കെ നമുക്ക് കൈ മടക്കാനോ നിവർക്കാനോ യൂസ് ചെയ്യാനൊക്കെ പറ്റാത്ത രീതിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് സർജിക്കലി റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ എന്തെങ്കിലും മുഴകൾ കണ്ടാൽ നിങ്ങൾ പാനിക് ആകേണ്ട ആവശ്യമില്ല. അതിങ്ങനെ സ്ലിപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മൾ പറഞ്ഞല്ലേ, തെന്നി നീങ്ങുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മുഴകളാണെങ്കിൽ അധികവും ഇതുപോലെ കൊഴുപ്പ് മുഴകൾ അല്ലെങ്കിൽ ലൈപ്പോമ ആകാനുള്ള ചാൻസ്. എന്നിരുന്നാലും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതൊന്ന് കൺഫേം ചെയ്യേണ്ടതുണ്ട്. എക്സാക്റ്റ് ആയിട്ട് ലൈപ്പോമയ്ക്കൊരു റീസൺ, ലൈപ്പോമ ഉണ്ടാകാനൊരു റീസൺ പറയാനില്ലാത്തതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാനില്ല. ജനറ്റിക്കായിട്ടും ഇത് വരാറുണ്ട്. അത് അച്ഛനമ്മമാർക്കൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും വരാനൊരു ചെറിയ ചാൻസ് ഉണ്ട്. അവിടെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാനില്ല. പിന്നീട് നമുക്ക് കൊഴുപ്പടങ്ങിയ ആഹാരങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ശരീരത്തിലെ ഫാറ്റിൻ്റെ അളവ് കൺട്രോൾ ചെയ്ത് നിർത്താവുന്നേ ഉള്ളൂ. അത് ഒരു പരിധിവരെ ഇത് ഫോം ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും. ലൈപ്പോമാസ് ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യത വളരെ വളരെ റെയറാണ്. 1% താഴെ മാത്രം കേസുകളിലാണ് ലൈപ്പോമാസ് ക്യാൻസറായിട്ട് മാറാറുള്ളത്. അപ്പം എല്ലാ കേസുകളിലും നമുക്ക് സർജിക്കൽ സൊല്യൂഷൻ എടുക്കുക എന്നുള്ളത് പോസിബിളല്ല. ഒരു പരിധിവരെ ഹോമിയോപ്പതിക്ക് ഈ ഒരു ടെൻഡൻസി കുറയ്ക്കുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും.